എല്ലാവർക്കും AV ടൈൽസ് ആൻഡ് സാനിറ്ററിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരു കാര്യമാണ്. പക്ഷേ ദ മോസ്റ്റ് നെഗ്ലക്റ്റഡ് പാർട്ട് ഓഫ് ടൈലിംഗ്, അതായത് ഗ്രൗട്ടിംഗ്. ഈ വാക്ക് ഒരു 99% കസ്റ്റമേഴ്സും കേരളത്തിൽ ഉപയോഗിക്കാറില്ല. ഇതിനെ വളരെ ലാഘവത്തോടെ ഒരു ഇമ്പോർട്ടൻസും ഇല്ലാത്ത ഒരു പ്രൊസീജിയറായിട്ട് വെറും ജോയിന്റ് ഫില്ലിംഗ് എന്ന് പറഞ്ഞ് കഴിഞ്ഞിരിക്കപ്പെടുന്ന ഒരു ടൈലിങ്ങിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇന്ന് ഈ എപ്പിസോഡ് ഉണ്ടാക്കാനുള്ള കാരണം തന്നെ കഴിഞ്ഞ ദിവസം ഒരു വലിയൊരു വില്ല പ്രോജക്റ്റ് ഞാൻ തന്നെ മെറ്റീരിയൽ സപ്ലൈ ചെയ്തതാണ്. അവിടെ ചെന്നപ്പം കൊടുത്ത ടൈൽ അല്ലെങ്കിൽ എടുത്ത ടൈൽ വളരെയധികം സെലക്ഷനും വളരെയധികം സമയമെടുത്ത് പണം ചെലവാക്കി എടുത്ത ടൈൽസ് എല്ലാം ഗ്രൗട്ടിംഗ് ലെവലിൽ കൊണ്ടുവന്ന് ആ ടൈലിന്റെ ഭംഗി മൊത്തത്തിൽ അല്ലെങ്കിൽ ഭാഗികമായിട്ട് ഇല്ലാതായി പോയ ഒരു സാഹചര്യം ഞാൻ കണ്ടു. അവിടാണ് കുറെ നാളായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഈ ഗ്രൗട്ടിങ്ങിനെ കുറിച്ച് വ്യക്തമായിട്ട് ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ചെയ്യണമെന്ന്. പക്ഷേ ഇന്നലത്തെ ആ എക്സ്പീരിയൻസ് ആയപ്പോൾ ഞാൻ തീരുമാനിച്ചു അടുത്ത എപ്പിസോഡ് ഡെഫിനറ്റ്ലി അല്ലെങ്കിൽ അടുത്ത കുറെ എപ്പിസോഡ്സ് ഗ്രൗട്ടിങ്ങിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യണം. കാരണം ഗ്രൗട്ടിംഗ് നല്ലതാണെങ്കിൽ എത്ര മോശം ടൈലായാലും അല്ലെങ്കിൽ എത്ര കുറഞ്ഞ ടൈലായാലും അതിന്റെ ഭംഗി വർദ്ധിക്കത്തേ ഉള്ളൂ. അതേപോലെ ഗ്രൗട്ടിംഗ് മോശമായ എത്ര കൂടിയ ടൈൽ എടുത്താലും നമുക്ക് അതിനെ ഫൈനൽ റിസൾട്ട് ഒരിക്കലും സാറ്റിസ്ഫാക്ടറി ആക്കാൻ കഴിയില്ല. അപ്പം എക്സാമ്പിളുമായിട്ട് ആദ്യം തന്നെ ഗ്രൗട്ടിംഗ് എന്തുവാണ്, നല്ല ഗ്രൗട്ടിംഗ് എങ്ങനെ ഇരിക്കണം, അതിന്റെ തിയറി, പിന്നെ ഒരു സൈറ്റ് വിസിറ്റും കൂടെ നമ്മൾ ഇന്ന് എപ്പിസോഡിൽ ചെയ്യുന്നുണ്ട്. ഒരു പെർഫെക്റ്റ് ഗ്രൗട്ടിംഗ് ചെയ്യണമെങ്കിൽ അതിന്റെ മെത്തേഡ് എന്തുവാണെന്നുള്ളത്. സോ സ്റ്റേ വിത്ത് us and subscribe if you have not subscribed yet. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാരമ്പര്യമായിട്ട് വർഷങ്ങളായിട്ട് നമ്മുടെ ഇവിടെ ജോയിന്റ് ഫില്ലിംഗ് എന്ന് പറഞ്ഞ് എഴുതിത്തള്ളപ്പെട്ട ഒരു പ്രൊസീജിയറാണ് ഈ ഗ്രൗട്ടിംഗ് എന്നുള്ളത്. പക്ഷേ ഇന്ന് എപ്പോക്സി ഗ്രൗട്ട്സ് ഒക്കെ എത്ര എക്സ്പെൻസീവ് എപ്പോക്സി ഗ്രൗട്ടും അതിനെക്കാട്ടിലും എക്സ്പെൻസീവ് ആയിട്ടും അതിന്റെ ലേബറും എല്ലാം കണക്കിലെടുത്തു കഴിഞ്ഞാൽ ഈ പ്രൊസീജിയറിന് എന്തോ ഒരു ഇമ്പോർട്ടൻസ് ടൈലിംഗ് ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ള സമയമായി കഴിഞ്ഞു. അതേപോലെ ഒരു സാധാരണ ടൈൽ കൺസ്യൂമർ എന്ന നിലയിൽ അത് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം ഈ കാണുന്ന ഇപ്പോൾ ഒരു ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേയിൽ നോർമലി നമ്മൾ ഗ്രൗട്ടിംഗ് ചെയ്യാറില്ല. അപ്പം ഡിസ്പ്ലേ എപ്പോഴും ബ്ലാങ്ക് സ്പേസ് ആയിരിക്കും, സ്പേസർ കഴിഞ്ഞിട്ടേക്കുന്നത്. ഇതിനകത്ത് ഗ്രൗട്ടിംഗ് ചെയ്യണമെങ്കിൽ ഗ്രൗട്ടിംഗ് ചെയ്യുന്നതിന്റെ ഫസ്റ്റ് പാർട്ട് ടൈലിംഗിലാണ് ഇരിക്കുന്നത്. അതായത് നമ്മൾ ഒരു കട്ട് പീസ് അല്ലെങ്കിൽ ഒരു ഗ്രൗട്ടിങ്ങിന്റെ ഒരു എസ്തെറ്റിക് പാർട്ട് എന്തുവാന്ന് വെച്ചാൽ ഓരോ പീസ് ടൈലിനും വിലയുണ്ട്. അപ്പൊ നമ്മൾ ഒരു ഷീറ്റ് 4x2 ടൈൽ എടുക്കുന്നത് 4x2 ഒട്ടും ബ്ലേഡ് വെച്ച് മുറിക്കാതെ ഒരു സ്പേസ് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഇപ്പൊ ഇത് 4x2 കട്ട് ചെയ്യാത്ത ഒരു പീസാണ്, പക്ഷെ ഇവിടെ 4x2 കട്ട് ചെയ്യാത്ത പീസാണ്. പക്ഷെ ഈ സ്ട്രിപ്സ് ഇവിടെ വന്നപ്പോൾ ഇതിനെ നമ്മൾ മുറിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പാർട്ട് അല്ലെങ്കിൽ ഒരു കട്ടിംഗ് പാർട്ട് ഇല്ലാതെ ഒരു വർക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഈ കട്ട് ചെയ്യുന്നതിനകത്ത് വരുന്ന ചെറിയ പാർട്സ് പോലും, അതായത് ഈ 4x2 ടൈലിന്റെ ഒരിടത്ത് ഒരുപക്ഷെ എത്ര ഉള്ള പീസ് ആയിരിക്കും നമുക്ക് ഉപയോഗപ്പെടുന്നത്. ഈ പീസിനും അതിൻ്റെതായ വിലയുണ്ട്. അല്ലാതെ 4x2 അത് മാറി ഒരു ചെറിയ ഒരു 12 കെട്ടിന്റെ ഒരു പീസായി മാറി എന്ന് പറഞ്ഞുകൊണ്ട് ഈ പീസിന് വിലയില്ലാതാവുന്നില്ല. അപ്പം ഈ പീസിന്റെ വാല്യൂ ടൈലിങ്ങിനകത്ത് വരണമെങ്കിൽ അതിന്റെ ചുറ്റുമുള്ള ഗ്രൗട്ടിംഗ് ആണ് ആ ടൈലിനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ബാത്റൂം ചെയ്യുമ്പം എല്ലായിടത്തും നല്ല സ്പേസറൊക്കെ ഇട്ട് ഗ്രൗട്ടിംഗ് ഒക്കെ ചെയ്യും. ചെറിയ ചില്ല് പീസ് എന്ന് പറയാം, എന്റെ നോർമൽ ലാംഗ്വേജിൽ ചില്ല് പീസ് എന്ന് പറയും. ചില്ല് പീസ് എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള പീസായിരിക്കും. ഈ ചില്ല് പീസ് അവർ ഗ്രൗട്ടിംഗ് ഇല്ലാതെ അങ്ങ് ഒട്ടിക്കും, അതായത് സ്പേസർ വെക്കാതെ ചേർത്ത് അങ്ങ് ഒട്ടിക്കും. അപ്പൊ ചേർത്ത് ഒട്ടിക്കുമ്പോൾ എല്ലായിടത്തും 4x2 കറക്റ്റ് ആയിട്ട് കാണുമ്പോൾ ഈ ചില്ല് പീസ് മാത്രം 4ന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് നിൽക്കും. അത് ഒരിക്കലും സെപ്പറേറ്റ് ആയി വരത്തില്ല. അപ്പൊ അടിസ്ഥാനപരമായിട്ട് ഗ്രൗട്ടിംഗ് ശരിയാവണമെങ്കിൽ ആദ്യം ടൈലിംഗ് ശരിയാവണം. അപ്പം ഏത് ചെറിയ പീസും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, എത്ര ചെറിയ കട്ട് പീസ് ആണെങ്കിൽ പോലും ആ കട്ട് പീസിന് ആ ഒട്ടിക്കുന്ന സ്ഥലത്ത് ഒരു വാല്യൂ ഉണ്ട്. അതിന് അതിൻ്റെതായ റെസ്പെക്ട് അതിന് കൊടുക്കണം. എത്ര ചെറിയ പീസ് ആണെങ്കിലും സ്പേസർ അതിന്റെ എത്ര സൈഡ് സ്പേസർ ആപ്ലിക്കബിൾ ആണോ, ചിലപ്പോൾ 4 സൈഡ് സ്പേസർ ആപ്ലിക്കബിൾ ആയിരിക്കും. പക്ഷെ ചില്ല് പീസിന് നോർമലി 3 സൈഡ് സ്പേസർ വരത്തുള്ളൂ. 4th സൈഡ് എപ്പോഴും ഭിത്തിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പോയിന്റ് ആയിരിക്കും. അതാണ് കേസെങ്കിൽ 3 സൈഡും കറക്റ്റ് ആയിട്ട് സ്പേസ് ചെയ്ത് അതിനെ ഹാൻഡിൽ ചെയ്യണം. അപ്പൊ ഇവിടെ വേറൊരു ഡിസ്പ്ലേ നമുക്ക് ഇവിടെ കാണാം. ഇതിനകത്ത് നമ്മൾ 4x2 സെക്ഷൻ ആയിട്ട് 3 പാർട്ട് 2ആയിട്ട് മുറിച്ചിട്ടുണ്ട്. ഇത് ഫുൾ പീസാ, മേളിലുള്ള 2 ഫുൾ പീസാ. അപ്പം ഇതിനെ ഗ്രൗട്ട് ചെയ്യാൻ വളരെ ഈസിയാണ്, കാരണം ഇതിനകത്ത് എങ്ങും ചില്ല് പീസ് ഇല്ല, ഒന്നുമില്ല. അപ്പം നല്ല രീതിയിൽ ഇതിനെ ഗ്രൗട്ട് ചെയ്താൽ ഈ കാണുന്നതിനെക്കാട്ടിലും ഇതിന്റെ ഭംഗി വർദ്ധിക്കും. പക്ഷേ ഡിസ്പ്ലേയിൽ നമ്മൾ ജനറലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രൗട്ടിംഗ് ചെയ്യാറില്ല. അപ്പം ഇനി ഗ്രൗട്ടിങ്ങിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ പോയിന്റ്. അതായത് ഇത് കുറച്ച് ക്ലോസപ്പിൽ നമുക്ക് പിന്നീട് കാണിക്കാം. ഇതിന് മകാരം അടിക്കുക എന്നാണ് ഇതിനെ ജനറലി യൂസ് ചെയ്യുന്ന ടേം. ഇതിനകത്ത് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതൊരു പിറ്റ് പീസാ, ഇതൊരു പീസാ. ഈ 2 പീസിന്റെയും
എഡ്ജ്, അതായത് ഇതാണ് ഇതിന്റെ എഡ്ജ് എങ്കിൽ ഇതുപോലെ ഇരിക്കുമെങ്കിൽ ഇതിനെ 45 ഡിഗ്രി ഇവിടുന്ന് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇതിനെ ഗ്രൈൻഡ് ചെയ്ത് അങ്ങ് കളയും. അങ്ങനെ 2 പീസ് അതേപോലെ ചെയ്യുമ്പോൾ ഇത് ട്രയാങ്കിൾ ഷേപ്പിൽ ഇത് വന്ന് ഒരുമിച്ച് ചേരും. ഇതാണ് മകാരം അടിക്കുന്നത്. എല്ലാവർക്കും അറിയാം, ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തേ ഉള്ളൂ. അപ്പം ഈ ഒരു മകാരം അടിക്കുന്ന പ്രാക്ടീസ് ഇതൊരു പഴയ പ്രാക്ടീസാണ്. ഇത് ഒരു കറക്റ്റ് രീതി അല്ല. ഞാൻ നേരത്തെ പറഞ്ഞു കറക്റ്റ് ഗ്രൗട്ടിങ്ങും റോങ് ഗ്രൗട്ടിങ്ങും രണ്ടിനും ഞാൻ ലൈവ് ഡിസ്പ്ലേ കാണിക്കാം. ഇത് റോങ് ആയിട്ട് യൂസ് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് മകാരം അടിക്കുക എന്നുള്ളത്. കാരണം മകാരം ബേസിക്കലി ടൈലിനെ വീക്ക് ആക്കും. അപ്പം ഈ ഒരു കോർണർ, അതായത് ഈ ടൈലിന് എത്ര വർഷം കഴിഞ്ഞാലും ഇതിനൊന്നും പറ്റത്തില്ല. പക്ഷെ ഈ കോർണർ എപ്പോഴും വൾണറബിൾ ആണ്. ഈ കോർണർ ചെറിയൊരു തട്ട് കിട്ടിയാൽ മതി, ഇതിന് ചില്ല് പോകാനോ അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ ഉടഞ്ഞു പോകാനോ സാധ്യതയുണ്ട്. ഇവിടെ ഇപ്പം അടുത്ത് കാണാൻ ചെറിയൊരു പീസ് ഇവിടുന്ന് പോയിട്ടുണ്ട്. വളരെ ചെറിയൊരു ഇമ്പാക്ട് മതി, മൊബൈൽ ഫോൺ വെച്ചുള്ള ഒരു ഇടി കിട്ടിയാൽ മതി, ഈ മകാരം പോകും. മകാരം കാണാൻ നല്ലതാ, പക്ഷേ ഇത് ഒരു ഔട്ട്ഡേറ്റഡ് മോഡലാണ്. അപ്പം ബാത്റൂംസിനകത്ത് ഇത് വരുന്നത്, ഇതിപ്പോ ലെഡ്ജിന്റെ മേളിലാണ് ഇത് വന്നേക്കുന്നത്. പക്ഷെ ജനറലി മകാരം വരുന്നത് ബാത്റൂമിന്റെ ഈ ഭാഗത്താണ്. അതായത് വാളിൽ വരുന്ന ഇതും ഡോറിൽ നിന്ന് വരുന്ന ടൈലും മുട്ടുന്നെടുത്ത് ഇതാണ് നോർമലി മകാരം അടിച്ചു വെക്കുന്നത്. ഇതിന് വേറൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ടൈൽ ബീഡിംഗ്, പ്ലാസ്റ്റിക് ടൈൽ ബീഡിംഗ് യൂസ് ചെയ്തും ഈ പോർഷൻ ചെയ്യാറുണ്ട്. ഇപ്പം പക്ഷേ ടൈലിംഗിൽ തന്നെ ഈ ബീഡിംഗ് വെക്കാതെ തന്നെ നമുക്ക് ഗ്രൗട്ടിംഗിൽ എങ്ങനെ അത് ചെയ്യാൻ പറ്റും, അത് നമ്മളൊരു ലൈവ് വീഡിയോ, നമ്മളൊരു അപ്പാർട്ട്മെന്റിൽ പോകുന്നുണ്ട്, നമ്മൾ അവിടെ വെച്ച് കാണിക്കും. കഴിഞ്ഞ ദിവസം ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ ടൈൽ ലേയിങ് പാറ്റേൺ എന്ന് പറയുന്ന ഒരു വീഡിയോ ഇതേ സ്ഥലത്ത് ഇതേ ടൈലിൽ വെച്ച് നമ്മൾ 2 സ്കീമാറ്റിക്സ് വരച്ച് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് നമ്മൾ 2 ടൈൽ ലേയിങ് പാറ്റേൺ കാണിച്ചു. ഒറിജിനലി ടൈൽ ലേ ചെയ്യേണ്ട ഏറ്റവും നല്ല രീതി ഇത് ആരും ഫോളോ ചെയ്യാറില്ല. പക്ഷേ വെസ്റ്റേൺ കൺട്രീസിൽ ഇത് ഫോളോ ചെയ്യാറുണ്ട്. അത് മുറിയുടെ സെന്റർ കണ്ടുപിടിച്ചിട്ട് ഈ മുറിയുടെ സെന്ററിൽ നമ്മൾ ഏതാണോ ടൈൽ വിരിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ടൈല് സെന്ററിൽ അങ്ങ് പ്ലേസ് ചെയ്യും. എന്നിട്ട് ഈ മുറിക്കകത്തുനിന്ന് ഈ ടൈല് സെന്ററിൽ വെച്ച ടൈലിൽ നിന്നാണ് പിന്നെ അടുത്ത ടൈല് ഇട്ടിട്ട് പോകുന്നത്. അപ്പം ഇത് ഞാൻ കറക്റ്റ് സ്കെയിലിനല്ല വരച്ചേക്കുന്നത്, എന്നാൽ സ്കെയിലിന് വരയ്ക്കാൻ ശ്രമിക്കാം. ഇത് 2ാമത്തെ ടൈലും ഇത് 3ാമത്തെ ടൈലും വരുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പീസ് ഇവിടെ വരുന്നുണ്ട്. അതേപോലെ ഇതേ ടൈൽ ഇവിടെയും ഫുൾ പീസ് വരയ്ക്കുവാണെങ്കിൽ ഇവിടെയും ഒരു ചെറിയ പീസ് ഇവിടെയും വരുന്നുണ്ട്. അതേപോലെ സെൻട്രിൽ നിന്ന് ടൈല് വരച്ച് നമ്മൾ 4 സൈഡിലോട്ടും ടൈല് കൊണ്ടുപോവുകയാണെങ്കിൽ 100% കേസിലും അറ്റത്ത് കട്ട് പീസ് വരും. എല്ലാം എങ്ങനെ ടൈല് കൊണ്ടുപോയാലും ഇനി ഇവിടുന്ന് ഇതേപോലെ ഒരു പീസ് ഇവിടുന്ന് കൊണ്ടുപോകുമ്പോഴും ഇവിടെ എല്ലായിടത്തും കട്ട് പീസ് വരും. ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ തവണ കാണിച്ച സ്കീമാറ്റിക്സിൽ നമ്മൾ പറഞ്ഞു 4 സൈഡും കട്ട് പീസ്. പക്ഷെ അത് ഇന്ത്യൻ സെനാരിയോയിൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി അല്ല. നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി അല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നതെന്ന് വെച്ചാൽ 160/80, അതായത് എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ കാണുന്ന ടൈല് 160/80 സൈസാണ്. 4/2 വരെ ഓക്കെ ആണ്, 80/80 വരെ ഓക്കെ ആണ്. പക്ഷേ 160/80 വരുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നിടത്ത് അല്ലെ വീട്ടിലോട്ട് കയറുന്നിടത്ത് നമ്മൾ ഇതിന്റെ ജോയിന്റ് വ്യക്തമാക്കിയില്ലെങ്കിൽ ഈ മൊത്തത്തിൽ ഈ ടൈലിന്റെ സൈസ് നമുക്ക് മനസ്സിൽ ഇരിക്കത്തില്ല. അപ്പം എപ്പോഴും 160/80 സൈസ് ചെയ്യുവാണ്. നമ്മുടെ വീടിന്റെ എൻട്രൻസ്, ലെറ്റ്സ് ഇതാണ് നമ്മുടെ എൻട്രൻസിന്റെ ഡോർ എങ്കിൽ നമ്മൾ ആദ്യത്തെ പീസ് എല്ലാ വീട്ടിലും ചെയ്യുന്നതാണ് 80 സെന്റിമീറ്റർ ആയതുകൊണ്ട് വീടിന്റെ ഫ്രണ്ട് ഡോർ എപ്പോഴും 90 സെന്റിമീറ്റർ ആയിരിക്കും. സോ ലെറ്റ്സ് ഫസ്റ്റ് ടൈല് വീഴുന്ന ഏകദേശം ഇങ്ങനെ ആയിരിക്കും. ദാറ്റ്സ് ഇറ്റ്. ഇത് കട്ടള വരെ ഇത് അടിപ്പടിയാണ്. അപ്പം ഇത് ഇവിടെ വരും. സോ ഈ ആദ്യത്തെ ടൈലിനകത്ത് നമുക്ക് ഒരു നീളവും ഒരു വീതിയും നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റത്തില്ല. പക്ഷേ ടൈൽ ലേയിങ് പാറ്റേണിന്റെ സയന്റിഫിക് രീതി അല്ലെങ്കിൽ അതിന്റെ ഒരു എസ്തെറ്റിക് സെൻസിൽ അതിനെ പറയുവാണെങ്കിൽ ഇവിടെ ആയിരുന്നു ഡോർ. സപ്പോസ് ഈ വീടിന്റെ തന്നെ ഡോർ ഇവിടെ ആണെങ്കിൽ ആദ്യം ഒരു ഫുൾ 160/80, നമ്മൾ 160/80 ആണ് ഇവിടെ ഇൻസിസ്റ്റ് ചെയ്യുന്നത്. 160/80 ടൈൽ ഇങ്ങനെ വീഴണം. അങ്ങനെ വീഴുമ്പോൾ ഈ ഡോറിന്റെ മുമ്പിൽ ഒരു ചെറിയൊരു കട്ട് പീസ് ഇവിടെ വീഴും. ഇതേപോലെ ഒരു പക്ഷേ ഇവിടെയും ഒരു ടൈല് ഒരു കട്ട് പീസ് ഇവിടെയും വീഴണം. ഇവിടെയും വീണ് അടുത്ത ഇവിടെ ഫുൾ ടൈല് വീഴും, ഇവിടെയും ഫുൾ ടൈല് വീഴും. ഇത് ആണ് ആക്ച്വൽ. ഇങ്ങനെ ഒരു ടൈല് വീടിന്റെ മുമ്പിൽ വരുന്ന ആദ്യത്തെ ടൈല് ഡോറിന്റെ മുമ്പിൽ ഇങ്ങനെ വരുന്നത്, ആദ്യത്തെ ടൈല് ഡോറിന്റെ മുമ്പിൽ ഇതേപോലെ ഒരു കട്ട് പീസിനകത്ത് എൻകേസ് ചെയ്ത് ഒരു ഫുൾ പീസ് വരുന്നത് എപ്പോഴും ഭംഗി ഇത് തന്നെയാണ്. അപ്പം ഗ്രൗട്ടിങ്ങിന്റെ ഈ എപ്പിസോഡിനകത്തും ലേയിങ് പാറ്റേൺ ഞാൻ ഒന്നുകൂടെ കാണിച്ചത് അതിന്റെ ഇമ്പോർട്ടൻസ് ആണ്. അതായത് ഗ്രൗട്ടിങ് നന്നായിരിക്കണമെങ്കിൽ ആദ്യം ടൈലിംഗ് നന്നായിരിക്കണം. ഗ്രൗട്ടിന് വീഴാനുള്ള സ്പേസ് അവിടെ കൊടുക്കണം. ഗ്രൗട്ട് ടൈലിന് ചുറ്റും വീണാൽ മാത്രമേ ആ ഗ്രൗട്ട് ആ ടൈലിനെ ഡിഫൈൻ ചെയ്യത്തുള്ളൂ. അപ്പം ഗ്രൗട്ടിങ് ഇപ്പൊ ഈ ഫ്ലോറിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് കാണാം ബ്രൗൺ കളറിനകത്ത് ബ്ലാക്ക് ലൈൻസ്. പക്ഷേ ഇതിനെക്കാട്ടിലും വ്യത്യസ്തമായ ഒരു ഫീലാണ് നമ്മൾ ഈ ഒരു സൈഡ് നോക്കുവാണെങ്കിൽ ഗ്രേക്കകത്ത് ബ്ലാക്ക് ലൈൻസ് ഇവിടെ കാണാം. ഈ ഫ്ലോറിൽ നമ്മൾ ഈ പേസർ ഇടാതെ ഈ ടൈല് ചേർത്ത് വിരിച്ചിരുന്നെങ്കിൽ ഈ ഫ്ലോറിന് ഒരിക്കലും ഈ ഭംഗി കിട്ടത്തില്ലായിരുന്നു. ഓരോ ലൈൻസ് അല്ല ഓരോ ടൈലും ഈ ലൈൻസ് കാരണം അല്ലെങ്കിൽ ഈ ഗ്രൗട്ട് ചെയ്തേക്കുന്ന ബ്ലാക്ക് കളറിലെ ഗ്രൗട്ടിങ് ചെയ്തത് കൊണ്ടാണ് ഈ ഓരോ ടൈലിനും വാല്യൂ വരുന്നതും. ഇന്നിപ്പോൾ 7 വർഷമായ ഫ്ലോറാ. ഇപ്പോഴും കസ്റ്റമേഴ്സ് വന്ന് ഈ ടൈല് ചോദിക്കും. ഈ ടൈല് എന്നേ ഡിസ്കണ്ടിന്യൂ ആയി കഴിഞ്ഞ് ഇനി കിട്ടത്തില്ല. പക്ഷേ ഇതിന് വേറെ വേരിയേഷൻസ് ഇപ്പോൾ വരുന്നുണ്ട്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നമുക്ക് ഓരോ ടൈലിന് ചുറ്റും ഈ ഗ്രൗട്ടിംഗ് ലൈൻസ് വന്നാലേ നമുക്ക് ആ ടൈലിന് ഒരു ഡെഫിനിഷൻ കിട്ടത്തുള്ളൂ.
ചെയ്തിട്ടുള്ളത്. ഇനി വേറൊരു മിസ്റ്റേക്ക് നമ്മൾ ഗ്രൗട്ടിങ്ങിൽ ചെയ്യുന്നത് അത് ഞാൻ കാണിച്ചു തരാം. ഈ മിസ്റ്റേക്ക് വാട്ടർ പ്രൂഫിംഗിന്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമുക്ക് കാണാം സ്പേസർ ഒന്നും ഊരിയിട്ടില്ല, സ്പേസർ ഇപ്പോഴും ഇതിനകത്ത് തന്നെ ഇരിക്കുക. ഈ സൈഡിലും സ്പേസർ ഇളക്കിയിട്ടില്ല, ഇത് പുതിയ ആപ്ലിക്കേഷനാണ്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെയും ഈ കോർണർ സ്പേസ് ചെയ്തിട്ടില്ല. ഈ കോർണറും ഇതേപോലെ ഈ 2 ടൈൽ ചേരുന്ന ഏത് സ്ഥലവും നമ്മൾ ജനറൽ പ്രിൻസിപ്പിൾ ആയിട്ട് എടുക്കണം. ടൈൽ ചെയ്യുമ്പോൾ 2 ടൈൽ അല്ല, ഒരു ടൈൽ അല്ല, 2 ടൈൽ എവിടെ ചേരുന്നോ ആ സ്പോട്ട് എല്ലാം സ്പേസ് ചെയ്യപ്പെടണം. ഇപ്പം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ടൈൽ അങ്ങോട്ട് അകത്തോട്ട് പോയി ഈ ടൈൽ പുറത്തുകൊണ്ട് വന്ന് ചേർത്ത് വെച്ചിരിക്കുക. ഇത് ഡിസ്പ്ലേക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ വീട്ടിൽ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ ഉപയോഗിച്ചേക്കുന്ന 3mm ആണെങ്കിൽ ഈ കോർണറും 3mm സ്പേസ് ചെയ്യണം. അന്നേരം വരുന്ന വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. സപ്പോസ് ഈ ടൈലിനെ ഇതേപോലെ ഇപ്പം ഗ്രൗട്ട് ചെയ്യുവാണെങ്കിൽ ഇവിടെ ഗ്രൗട്ടിങ് വരും, ഇവിടെ ഗ്രൗട്ടിങ് വരും, ഇവിടെയും ഗ്രൗട്ടിങ് വരും, പക്ഷേ ഇവിടെ ഗ്രൗട്ടിങ് വരത്തില്ല. അന്നേരം ഈ ടൈലിന്റെ സൈസ്, അതായത് ഈ ടൈലിന്റെ ആക്ച്വൽ സൈസ് 48/8 ഇഞ്ചാണ് ഈ ടൈലിന്റെ സൈസ്. അപ്പോൾ ഈ 48/8 നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ അതിന്റെ 4 സൈഡും ഒരു ഫ്രെയിം വരണം. പക്ഷേ ഈ കേസിൽ നമുക്ക് ഇവിടെ അത് കിട്ടത്തില്ല. അപ്പം ഈ ടൈലിന്റെ ആക്ച്വൽ ഭംഗി ഈ രീതിയിൽ ഒട്ടിച്ചാലല്ല, ഇവിടെ സ്പേസ് ചെയ്ത് ഇവിടെയും കൂടെ ഗ്രൗട്ട് ലൈൻ ഓടിയാലേ ഈ ടൈലിന്റെ ഫുൾ ബ്യൂട്ടി പുറത്തു വരുന്നുള്ളൂ. യെസ്, ഇവിടെ തന്നെ വേറൊരു എക്സാമ്പിൾ ഇവിടെ ഉണ്ട്. ഇതും മോക്കപ്പാണ്. എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ്, എല്ലാം ഗ്രൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടാണ് എല്ലാം ചെയ്തേക്കുന്നത്. എല്ലാം പെർഫെക്റ്റാ. പക്ഷേ അഗൈൻ ഇത് ഡെമോ ആയതുകൊണ്ട് ഈ ലൈൻസ് ഇവിടെ സ്പേസ് ചെയ്തിട്ടില്ല. വിച്ച് മീൻസ് ഇവിടെ ജസ്റ്റ് ഒരു നഖം കയറാനുള്ള സ്പേസേ ഉള്ളൂ. പക്ഷേ ഇവിടെ ശരിക്കും പ്രോപ്പർ 3mm സ്പേസിങ് ചെയ്തിട്ടുണ്ട്. ഈ സ്പേസും കറക്റ്റായിട്ട് ഇവിടെ മുട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ സ്പേസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതും കൂടെ സ്പേസ് ചെയ്താലേ ആക്ച്വൽ സെനാറിയോയിൽ ഇപ്പോൾ ഈ ടൈല് ഫിയോണയും മാൽഫോയും മിസ്റ്റും ആണ്, വളരെ സക്സസ്ഫുൾ മോഡലാണ്. പക്ഷേ ഇത് പല വീടുകളിലും ഇതേപോലത്തെ എക്സ്പെൻസീവ് ടൈൽസ്, ഇത് കജാരി എറ്റേണിറ്റിയുടെ ടോപ്പ് ലൈൻ മെറ്റീരിയൽ മാജിക് മാറ്റ് എന്ന് പറയുന്ന സീരീസ്, ഈ ടൈല് തന്നെ പല സ്ഥലത്തും കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് കോർണേഴ്സ് ഇതുപോലെ ചെയ്യാതെ ഈ ടൈൽസിന്റെ ഭംഗി മൊത്തത്തിൽ പുറത്തു വരത്തില്ല. അപ്പം ഞാൻ ഒന്നും കൂടെ പറയാം, ടൈൽസ് എപ്പോൾ ചെയ്താലും ടൈൽസിന്റെ എത്ര ചെറിയ പീസ് ആണെങ്കിലും കഴിവതും അത് എൻ പീസ് അല്ലെങ്കിൽ, അതായത് കണ്ടിന്യൂറ്റി, ഇവിടെ കണ്ടിന്യൂറ്റി ഉണ്ടാകുന്നത് എൻ പീസ് അല്ല, പക്ഷേ ഈ പീസ് എൻ പീസാണ്. ഈ എൻ പീസ് അല്ലാത്ത എല്ലാ സ്ഥലത്തും ഫേസിംഗ് ലൈൻ കറക്റ്റായിട്ട് ഓടിയിരിക്കണം. അല്ലെങ്കിൽ അത് ഒരിക്കലും, അല്ലെങ്കിൽ ഗ്രൗട്ടിങ് കഴിഞ്ഞ് എല്ലാം ലൈൻസ് തെളിയുമ്പോൾ ഇത് മൊത്തത്തിൽ അതിന്റെ വൃത്തികേടാവുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതിന്റെ ഫുൾ പൊട്ടൻഷ്യലിലേക്ക് അത് വരത്തില്ല. നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് കടപ്പാക്കട, കൊല്ലത്ത് കടപ്പാക്കടയിൽ അസറ്റ് ഹോംസിന്റെ ഗ്രാൻഡിയോസ് എന്ന് പറയുന്ന ഒരു അപ്പാർട്ട്മെന്റ് ബിൽഡിങ്ങിലാണ്. അതിന്റെ 11th ഫ്ലോറിലാണ്. ഇവിടെ ജേക്കബ് മാമൻ, ഞങ്ങളുടെ വളരെ അടുത്ത ഒരു സുഹൃത്താണ്, ജേക്കബ് മാമൻ സാറിന്റെ അപ്പാർട്ട്മെന്റിലാണ് ആ പെർഫെക്റ്റ് ഗ്രൗട്ടിങ് ചെയ്ത ഒരു ബാത്റൂം ഞങ്ങൾ കാണാൻ പോകുന്നത്. ഈ വീഡിയോ ബുക്ക് മാർക്ക് ചെയ്ത് വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ബാത്റൂം ഞാൻ ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ചെലവ് ചുരുങ്ങിയ ടൈലല്ല. ആ സെറ്റ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ടൈൽസ് ആണ് ഉപയോഗിച്ചേക്കുന്നത്. പക്ഷേ എന്നാലും ആ ചെറിയ ടൈൽസ് വെച്ച് ഏറ്റവും ഭംഗിയായ രീതിയിൽ ഗ്രൗട്ടിങ് ചെയ്തേക്കുന്ന ഒരു ബാത്റൂം ആണ് നമ്മളിപ്പം കാണാൻ പോകുന്നത്. ഡെഫിനറ്റ്ലി ഇത് ബുക്ക് മാർക്ക് ചെയ്ത് വെക്കണം. മാക്സിമം ആൾക്കാരോട് ഈ വീഡിയോ ഷെയർ ചെയ്യണം. നമുക്ക് ജേക്കബ് സാറിനെ മുട്ടി ഉണർത്താം. ഇതാണ് ജേക്കബ് സാറിന്റെ അപ്പാർട്ട്മെന്റ്. ഹലോ ജേക്കബ് സർ. ഹലോ. ഹൗ ആർ യു? ഫൈൻ. ഓക്കെ. ജേക്കബ് സാർ, ഞങ്ങൾ അന്ന് പറഞ്ഞ കണക്ക് സാറിന്റെ ആ 2 ടോയ്ലറ്റ്സിന്റെ കാര്യം ഞങ്ങൾ പറഞ്ഞായിരുന്നു. വളരെ നന്നായിട്ട് ഗ്രൗട്ട് ചെയ്ത. അപ്പൊ ഞങ്ങളുടെ വ്യൂവേഴ്സിനും കൂടെ ആ ബാത്റൂംസ് ഒന്ന് കാണിച്ച് പരിചയപ്പെടുത്തി കൊടുക്കണം. താങ്ക് യു. ഈ അപ്പാർട്ട്മെന്റിലെ 2 ബാത്റൂമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ബാത്റൂമാണ് ഇത്. ഒരുപാട് നാൾ മുമ്പ് ഒരു വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഈ അപ്പാർട്ട്മെന്റിൽ വന്നപ്പം ഈ ടോയ്ലറ്റ്സ് എല്ലാം ഞാൻ കണ്ടതാണ്. ഇത് ഞാൻ അന്നേ നോട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമുക്കിത് കണ്ടു നോക്കാം. അഗെയിൻ ഇത് അസറ്റ് ഹോംസിന്റെ ഒരു ബാത്റൂമാണ്. വളരെ നല്ല പ്രൊഡക്ട്സ് ആണ് ഇവർ യൂസ് ചെയ്തേക്കുന്നത്. റോക്കാർഡ് സാനിറ്ററി വെയർ ആണ്. അതേപോലെ ഈ ടൈൽസ് എല്ലാം മാറ്റ് ഫിനിഷ് GVT, വെരി ഹൈ ക്വാളിറ്റി ടൈൽസ് ആണ്. പക്ഷേ ഇവിടെ നമ്മൾ കാണാൻ വന്നിരിക്കുന്ന ടൈൽസ് അല്ല, ഇതിന്റെ അത്രയും ടൈൽസിന്റെ അത്രയും തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കെയർഫുൾ ആയിട്ട് ചെയ്തേക്കുന്ന ഗ്രൗട്ടിംഗ് ആണ്. ഈ ജോയിന്റ് ഫില്ലേഴ്സ്, ഇപ്പം ഈ എപ്പോക്സി ഗ്രൗട്ട് നമുക്ക് കാണാം. ഇത് 2mm സ്പേസിംഗ് ആണ്. ഇപ്പം 2mm സ്പേസിംഗ് വളരെ റെയർ ആണ്. പക്ഷെ ചെറിയ സൈസ് ടൈൽസിന് 2x1 ഗ്രൗട്ടിംഗ് വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ എൻ പീസ് ഗ്രൗട്ടിംഗ്, അതായത് ലെഡ്ജ് വാള് ഇവിടെ ഗ്രാനൈറ്റ് വെച്ചാണ് ചെയ്തേക്കുന്നത്. ഈ ലെഡ്ജ് വാള് ഷാംഫർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ലെഡ്ജ് വാളിന്റെ ബാക്ക് സൈഡ് ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 4mm എപ്പോക്സി ലൈൻ, ഇത് എംവൈക ലാറ്റിഗ്രേറ്റിന്റെ പാർച്ച്മെന്റ് കളറാണ്. ഈ പാർച്ച്മെന്റ് കളർ വെച്ച് ഈ ബാക്ക് ചെയ്തേക്കുന്നത്. ഇത് വളരെ കുറച്ച് സൈഡ്സിലെ ഇത് ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ ഈ എപ്പോക്സി ചെയ്യത്തുള്ളൂ. നോർമലി ഇത് എപ്പോക്സി ചെയ്യാറില്ല ആരും.
പിന്നെ വേറൊരു കാര്യം നമ്മളിവിടെ നോട്ട് ചെയ്യേണ്ടത്, നമ്മൾ ഷോറൂമിൽ വെച്ച് നോക്കി കോർണർ ഗ്രൗട്ടിങ്സ് ആണ്. കോർണർ പെർഫെക്റ്റ് ആയിട്ട് കോർണേഴ്സ് ഗ്രൗട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവർ കോർണേഴ്സ് സ്പേസ് ചെയ്തിട്ടില്ല, അതൊരു കുറവാണ്. പക്ഷേ സ്പേസ് ചെയ്തിട്ടില്ലെങ്കിലും അവിടെ ഉള്ള ഗ്യാപ്പിനകത്ത്, കാരണം ഈ ടൈൽസിനകത്ത് അണ്ടുലേഷൻ ഉണ്ട്, അപ്പോൾ ആ ഗ്യാപ്പിനകത്ത് എപ്പോക്സി ഗ്രൗട്ടിങ് ചെയ്യാൻ വിട്ടുപോയിട്ടില്ല. സോ ഇനി ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ എല്ലാത്തിനും ഉപരിയായിട്ട് നമ്മൾ ഷോറൂമിൽ വെച്ച് പറഞ്ഞ ഒരു ചില്ല് പീസ്, അതായത് ചെറിയ പീസിന്റെ കേസിൽ എൻ പീസ്. അപ്പോൾ ഇത് എൻ പീസ് ആണ്. എൻ പീസ് എന്ന് പറഞ്ഞാൽ ടൈല് കഴിഞ്ഞ് അടുത്ത മെറ്റീരിയൽ വരുന്നു. ടൈൽ ടു ടൈൽ ജോയിന്റ് ഒരിക്കലും എൻ പീസ് അല്ല. ടൈലിന്റെ മറുവശത്ത് വേറൊരു മെറ്റീരിയൽ, ടൈൽ അല്ലാത്ത ഒരു മെറ്റീരിയൽ വരുമ്പോഴാണ് അത് എൻ പീസ് ആവുന്നത്. അപ്പോൾ എൻ പീസ് ടൈലുമായിട്ട് ഇവിടം വരെ എപ്പോക്സി ചെയ്തു. പക്ഷേ എൻ പീസ് കൊണ്ടുവന്ന് വളരെ നീറ്റായിട്ട് വൈറ്റ് കളർ എപ്പോക്സിക്കകത്താണ്, സിലിക്കോണിനകത്താണ്, എപ്പോക്സി അല്ല സിലിക്കോൺ. ഇത് വൈറ്റ് സിലിക്കോൺ ആണ്. വളരെ നീറ്റായിട്ട് മാസ്കിംഗ് ടേപ്പ് വെച്ച് ഒട്ടിച്ച് ആണ് ഇത് എൻഡ് ചെയ്തേക്കുന്നത്. ഈ എൻ പീസ് അതേപോലെ ഈ ചില്ല് പീസ് മെയിൻ ടൈലുമായിട്ട് വന്ന് മുട്ടുമ്പോൾ നമുക്ക് ഇവിടെ ഒരു 2mm ലൈൻ ഇവിടെ ഓടുന്ന പോലെ തന്നെ ഒരു 2mm ലൈൻ മേളിൽ നിന്ന് താഴോട്ട് ഓടുന്നുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന 99% ആൾക്കാരും ഐ എം ഷുവർ ഇങ്ങനൊരു ഗ്രൗട്ടിങ് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനൊരു ടൈൽ സ്പേസിങ് കണ്ടിട്ടില്ല. അത് കോർണർ നമ്മൾ ഒന്നെങ്കിൽ മകാരോ അടിക്കും, അല്ലെങ്കിൽ ഇവിടെ പ്ലാസ്റ്റിക്കിന്റെ ടൈൽ ബീഡിങ് വെക്കും. പക്ഷേ കോർണേഴ്സ് ചെയ്യേണ്ട ശരിക്കും ഇത് രണ്ടുമല്ല. ഇതാണ് പെർഫെക്റ്റ് വേ കോർണർ ചെയ്യേണ്ടത്. എസ്പെഷ്യലി GVT ടൈൽസ് ആണെങ്കിൽ. സെറാമിക് ടൈൽസ് ഒരു പക്ഷേ ഇത് സ്ട്രോങ് അല്ല, അതുകൊണ്ട് എടുക്കത്തില്ല. പക്ഷേ ടൈൽ GVT, അതായത് ഗ്ലേസ്ഡ് വിട്രിഫൈഡ് ആണെങ്കിൽ നമുക്ക് ചെയ്യേണ്ട കറക്റ്റ് രീതിയാണിത്. കറക്റ്റ് 2mm ഷാംഫറിങ് അവിടെ ചെയ്തിട്ട് അതിനകത്ത് ഗ്രൗട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ടൈല് ചില്ല് പീസ് ആണ്, പക്ഷേ ഇത് എൻ പീസ് അല്ല. അപ്പം ഇവിടെ നോക്കിയാൽ ഈ ലൈൻ ഇവിടെ ഉണ്ട്, മേളിലോട്ട് പോകുന്നു, താഴോട്ട് വരുന്നു, ഇത് സൈഡിലോട്ടും വരുന്നുണ്ട്. വിച്ച് മീൻസ് ഈ ഒരു പീസിന് കംപ്ലീറ്റ് പ്രൊഫൈൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇനി ഇത് തന്നെ ബാത്റൂമിൽ വേറൊരു സ്ഥലത്തും ഇത് ചെയ്തിട്ടുണ്ട്, അതും കൂടെ നമുക്ക് നോക്കാം. ഇത് നമ്മൾ നേരത്തെ കണ്ട ലെഡ്ജോളിൻ്റെ ഇവിടെ നമ്മൾ എപ്പോക്സി ചെയ്ത കണ്ടായിരുന്നു. പക്ഷേ ഈ ലെഡ്ജോളിൻ്റെ കോർണറിലും നമുക്ക് വേണ്ട ഇവിടെ കോർണർ 2 ടൈല് ചേരുന്നുണ്ട്. ഈ 2 ടൈലിന് ഇവിടെ ഇത് 3mm സ്പേസിംഗ് ആണ്. ഈ 3mm സ്പേസിംഗ് തന്നെ ഇവിടെ കോർണറിലും ആ 3mm സ്പേസിംഗ് ട്രാൻസ്ഫർ ചെയ്ത് ഇത് കിട്ടിയിട്ടുണ്ട്. അതും ഈ ഗ്രൗട്ട് തന്നെ അവിടെയും ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പം കോർണർ ബ്ലാങ്ക് ടൈലല്ല, ആക്ച്വലി ഗ്രൗട്ട് ആണ് ഇവിടെ വരുന്നത്. ഐ എം ഷുവർ ലെഡ്ജിൻ്റെ താഴെയും എപ്പോക്സി ഫില്ല് ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് ടോപ്പ് ക്വാളിറ്റി വർക്ക്. ഇങ്ങനെ വേണം ബാത്റൂം ഫിനിഷ് ചെയ്യാൻ. വളരെ ചെറിയ ബേസിക് ടൈലാണ്, 2 കളറില്ല, സിംഗിൾ ടൈൽ ആപ്ലിക്കേഷൻ ആണ്. പക്ഷേ അത് വളരെ മനോഹരമായിട്ട് ഇതിനകത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇതേപോലെ വേറൊരു ബാത്റൂമും ഈ വീട്ടിലുണ്ട്. അത് കുറച്ചുകൂടെ കളർ ഡിഫറൻസ് ആണ് ടൈലിനകത്ത്. പക്ഷേ ഈ സെയിം കാര്യങ്ങൾ അവിടെ ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാണ് ആ സെക്കൻഡ് ബാത്റൂം. നമുക്ക് ഇതൊന്ന് നോക്കാം. ഈ ബാത്റൂമിനകത്ത് നമ്മുടെ അപ്പുറത്തെ ബാത്റൂമിൽ കണ്ട് അത് ഒരു ബേജ് കളറിലെ സ്റ്റോൺ ഫിനിഷ് ടൈലായിരുന്നു. പക്ഷേ ഇവിടെ ഒരു ഓഫ് വൈറ്റ് കളറിലെ ഒരു സാറ്റിൻ ഫിനിഷ് ടൈലാണ് കൊടുത്തേക്കുന്നത്. അഗെയിൻ വെരി ഹൈ ക്വാളിറ്റി. പക്ഷേ അഗെയിൻ ഇവിടുത്തെ ഇഷ്യൂ ടൈലല്ല, ടൈൽ ഗ്രാനൈറ്റ് വർക്ക് എല്ലാം പെർഫെക്റ്റ് ആണ്. പക്ഷേ അതിനെക്കാട്ടിലും പെർഫെക്റ്റ് ഇതിന്റെ ഗ്രൗട്ടിംഗ് ആണ്. ഇപ്പോൾ ഗ്രൗട്ടിങ്ങിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ വീണ്ടും നമുക്കൊന്ന് കാണാം, ടൈലും ഗ്രാനൈറ്റും ചേരുന്ന പോർഷൻ നല്ല രീതിയിൽ എപ്പോക്സി ഇട്ട് സീൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതിന്റെ ടൈൽസിന്റെ ഇടയ്ക്ക് 2mm പേസറാണ് കൊടുത്തേക്കുന്നത്. 2mm കണ്ടിന്യൂസ് ലൈൻ റൺ ചെയ്യുന്നുണ്ട്. അതേപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് കോർണർ പീസ് ആണ്, സ്പേസ് ചെയ്തിട്ടില്ല. പക്ഷേ സ്പേസ് ചെയ്തില്ലെങ്കിലും അവിടെ ഉള്ള സ്പേസ് അവർ എപ്പോക്സി വെച്ച് തന്നെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിനെ നെഗ്ലക്ട് ചെയ്തിട്ടില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ പോയിന്റ്. ഒരിക്കലും ഒരു ചെറിയ പീസാണ് കോർണറിൽ വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അത് നെഗ്ലക്ട് ചെയ്യരുത്. കറക്റ്റായിട്ട് അവിടെ ജോയിന്റ് ഫില്ലിംഗ് ഗ്രൗട്ട് വെച്ച് എപ്പോക്സി ഗ്രൗട്ട് വെച്ച് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ഇട്ടേക്കുന്നത് 2mm സ്പേസർ ഇവിടെ ആണെങ്കിൽ ഇവിടെ 3mm സ്പേസറിന്റെ ഷാംഫറിങ് ചെയ്തിട്ട് ആ 3mmനകത്ത് ഒരു കോർണർ ഗ്രൗട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഈ വർക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ ഹൈലൈറ്റ്. എങ്ങും ചെയ്യാത്ത ഒരു കാര്യമാണ്. പക്ഷേ ആക്ച്വലി ഗ്രൗട്ടിങ് ചെയ്യേണ്ട രീതി ഇതാണ്. ഇത് ചെയ്യാതെ ടൈലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ടൈലിംഗ് ഒരിക്കലും പെർഫെക്റ്റ് ആവത്തില്ല. ഇതുകൊണ്ടാണ് ഇങ്ങനെ ഗ്രൗട്ട് ചെയ്തുകൊണ്ടാണ് സിംഗിൾ ടൈൽ ആപ്ലിക്കേഷൻ ആയിട്ട് പോലും, അതായത് 2 നിറത്തിലെ ടൈൽ ഈ ഫ്ലോറിൽ ഇല്ല, എന്നിട്ട് പോലും ഈ ബാത്റൂം കാണാൻ ഇത്രയും ഭംഗിയായിരിക്കുന്നു. വേറൊരു കാര്യം നമ്മളിവിടെ കാണിക്കാൻ, ഇത് ഈ 4 സൈഡ് നമ്മൾ കണ്ടാണ്. ഇത് ഫുൾ ബോഡി വിട്രിഫൈഡ് ടൈലാണ് 9mm തിക്നെസ്സിൽ. ഇത് വിൻഡോ സിൽ എന്ന് പറയും, വിൻഡോയുടെ സിൽ എന്ന് പറയും. അപ്പം ഈ ടൈല് ഇവിടെ ഓടി വന്ന് ലാസ്റ്റ് പീസ് ഇവിടെ വരുമ്പോൾ ഇത് എൻ പീസ് ആകുമ്പോൾ എൻ പീസും അടുത്ത മെറ്റീരിയലുമായിട്ട് ഒരു സിലിക്കോണിന് പകരം ഇപ്പോക്സി ഗ്രൗട്ട് വെച്ചാണ് ഫില്ല് ചെയ്തേക്കുന്നത്. വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിയിലും ഉണ്ട് ഒരു 1 or 2mm ലിപ്പ് ഉണ്ട്. ലിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കൈ ഇവിടെ തടയും, അതിനാണ് ലിപ്പ് എന്ന് പറയുന്നത്. ഇത് ഫുൾ റൺ ചെയ്യുന്നുണ്ട്. ഇത് സൈഡിൽ എപ്പോക്സി വെച്ച് സീൽ ചെയ്തിട്ടുണ്ട്. ഐ ഗസ് മേളിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷേ മേളിലും എപ്പോക്സി വെച്ച് സീൽ ചെയ്യും. ഈ വിട്രിഫൈഡ്
ഫുൾ ബോഡി വിട്രിഫൈഡ് ടൈല് വെച്ച് സിൽ ചെയ്യുന്നതിന്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് ഇവിടെ കാണാം. ഇവിടെ സാധനങ്ങൾ നമുക്ക് വെക്കാൻ പറ്റും. അതേപോലെ ഇത് സ്ട്രോങ് ഫുൾ ബോഡി ടൈലായതുകൊണ്ട് നമുക്ക് ഇത് ഫുൾ ഒരു ഷെൽഫായിട്ട് തന്നെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഇനി ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ നോട്ട് ചെയ്യണം. അത് ഈ ഫ്ലോറിന്റെ ലൈനിങ്സ് ആണ്. അതായത് വാൾ ടൈലും ഫ്ലോർ ടൈലും ചേരുന്ന പോർഷൻ വാളിലും 2 mm സ്പേസിംഗ് ആണ്, ഫ്ലോറിലും 2 mm സ്പേസിംഗ് ആണ്. പക്ഷേ ഇത് ചേരുന്നിടത്ത് 5 mm സ്പേസിംഗ് ആണ് ചെയ്തേക്കുന്നത്. അത് എന്തിനാ ചെയ്തതെന്ന് വെച്ചാൽ 90% വാട്ടർ ലീക്കേജ് ഉണ്ടാവുന്നത് ഈ കോർണേഴ്സിൽ കൂടാണ്. അല്ലാതെ ഒരിക്കലും വെള്ളം ഇവിടുന്നോ കയറത്തില്ല. 100% ലീക്കേജ് വേണമെങ്കിൽ പറയാം ആ പോയിന്റിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ പോയിന്റ് നമുക്ക് ഫ്ലോലെസ് ആയിട്ട് ഒരു ഫോൾട്ടും ഇല്ലാതെ നമുക്കത് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ കുറച്ച് സ്പേസ് വേണം. 2 mm നമുക്കിത് കറക്റ്റായിട്ട് ഗ്രൗട്ട് ആയോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ പറ്റത്തില്ല. പക്ഷേ 5 mm സ്പേസിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അല്ലൊരു സൂപ്പർവൈസർ മേസൺ ഇത് ചെയ്തിട്ട് പോകും. അത് കഴിഞ്ഞ് സൂപ്പർവൈസർ വരുമ്പം സൂപ്പർവൈസറിന് പെട്ടെന്ന് അതിനകത്ത് അസസ് ചെയ്യാൻ പറ്റും ഈ ചെയ്തേക്കുന്ന ഗ്രൗട്ടിങ് കറക്റ്റ് ആണോ. കാരണം ഈ ഗ്രൗട്ടിങ് ചെയ്ത സമയത്ത് ഈ ക്ലോസറ്റും ഈ വാഷ് ബേസിനും ഇവിടെ കാണത്തില്ല. സോ വിച്ച് മീൻസ് ഓപ്പൺ ഇതിനകത്ത് കറക്റ്റായിട്ട് ഇതിന്റെ ക്വാളിറ്റി അസസ് ചെയ്യാൻ ഈസിയാണ്. അതുകൊണ്ടാണ് അവിടെ 5 mm സ്പേസിംഗ് ചെയ്തേക്കുന്നത്. അഗൈൻ വെരി ടോപ്പ് ക്ലാസ് വർക്ക്. ഈ ലൈൻ ത്രൂ ഔട്ട് ഈ ബാത്റൂമിനകത്ത് നമുക്ക് കാണിക്കാം. ഫുൾ ബാത്റൂമിനകത്ത് ഈ ലൈൻസ് എനിക്ക് കാണാം ഇവിടുന്ന് ഓടുന്നുണ്ട്. എല്ലാം 4 to 5 mm രീതിക്കാണ് ഓടുന്നത്. നല്ല രീതിയിൽ എപ്പോക്സി ഇട്ട് സീൽ ചെയ്തിട്ടുണ്ട്. ജേക്കബ് സാർ നമ്മുടെ അടുത്ത് പറഞ്ഞ് 1 വർഷമായിട്ട് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്ന ബാത്റൂമാണ്. ഈ ബാത്റൂം കണ്ടു കഴിഞ്ഞാൽ പല വീട്ടിലെയും പുതിയ ബാത്റൂമിന്റെ കാട്ടിലും ബെറ്റർ കണ്ടീഷനിലാണ്. അതങ്ങനെ നിൽക്കാൻ പറ്റുന്ന കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് എങ്ങും വാട്ടർ ബ്ലോക്കേജ് ഇല്ല. എങ്ങും ഇതിനകത്ത് ഒരു അഴുക്ക് പറ്റാനുള്ള ഒരു സാധ്യത. ഉപയോഗിച്ചേക്കുന്ന ടൈൽ നല്ല ക്വാളിറ്റിയാണ്, നല്ല രീതിയിൽ ഗ്രൗട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 1 വർഷം കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു ബാത്റൂമാണ് ഇത്. റെഗുലർ യൂസ് ഉള്ള ബാത്റൂമാണെന്ന് കണ്ടാൽ പറയില്ല. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം ഇവിടെ വീണ്ടും നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ഈ പീസ് ടു പീസ് വരുന്നിടത്ത് റൺ ചെയ്യുന്ന ലൈൻ 2 mm ആണെങ്കിലും കോർണർ ചെയ്തേക്കുന്നത് 3 mm ആണ്. അത് എന്തിനാണ് ചെയ്തേക്കുന്നത് വെച്ചാൽ മാക്സിമം ടൈലിനെക്കാട്ടിലും കൂടുതൽ എപ്പോക്സി എക്സ്പോസ് ആവാനാണ്. എന്തെങ്കിലും ഒരു ഹിറ്റ് വന്നാൽ അതിന് എപ്പോക്സി കൂടുതൽ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ സ്ട്രോങ് ആവും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ 3 mm ചെയ്തേക്കുന്നത്. അഗെയിൻ ഈ ചില്ല് പീസ് ഇതിന് നോർമലി ഒരു വീട്ടിൽ ആരും വലിയ വാല്യൂ കൊടുക്കത്തില്ല. ഐ മീൻ മേസൺസ് ആൻഡ് കോൺട്രാക്ടേഴ്സ്. പക്ഷേ ഈ പീസിനെ പോലും ഈ അതിന്റെ ലെഫ്റ്റ് സൈഡ് എപ്പോക്സി വെച്ച് ഷാംഫർ ചെയ്ത് എപ്പോക്സി കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിലിക്കോൺ വെച്ച് നല്ല നീറ്റായിട്ട് മാസ്കിംഗ് ടേപ്പ് 2 സൈഡ് മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ച് സിലിക്കോണിന്റെ നല്ല ഹൈ ക്വാളിറ്റി വൈറ്റ് സിലിക്കോൺ അതിനകത്ത് സീൽ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് ഹൗ ടൈലിംഗ് ഷുഡ് ബി ഡൺ. അതിവിടെ നമുക്ക് കാണാൻ പറ്റും. അസറ്റ് ഗ്രാൻഡ്യോസിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. കടപ്പാക്കട, കൊല്ലം. എല്ലാം കണ്ടായിരുന്നു. 2 ടോയ്ലറ്റ് എല്ലാം കണ്ടു. 2 ടോയ്ലറ്റ് നമ്മൾ നല്ല രീതിയിൽ കവർ ചെയ്തിട്ടുണ്ട്. 1 വർഷമായിട്ട് ഉപയോഗിച്ച ബാത്റൂമാണ്. അത് കണ്ടാ പറയത്തില്ല. രണ്ടാമത് കണ്ടത് 1 വർഷം കൊണ്ട് ഉപയോഗിക്കുന്ന ബാത്റൂമാണ്. ആദ്യം കണ്ടത് ഗസ്റ്റ് ബാത്റൂം. അത് അധികം ഉപയോഗിക്കാറില്ല. പക്ഷെ രണ്ടും ഒരേ കണ്ടീഷനിലായിരിക്കുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി നല്ല വർക്കാണ്. ഞങ്ങളൊക്കെ ഇതിനകത്ത് നിൽക്കുന്നവരാ. ഞങ്ങൾ പറയുന്നത് വളരെ നല്ല വർക്കാ, കാണാൻ കിട്ടത്തില്ല. അപ്പൊ സാർ ഇങ്ങനെ സമയം തന്നതിന് വളരെ നന്ദി. See you again, sir. TKM അസറ്റിന്റെ ഫ്ലാറ്റ് ആണല്ലോ. TKM അസറ്റിന്റെ ഫ്ലാറ്റ്. അപ്പൊ അതിൻ്റെതായ ക്വാളിറ്റി അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. കൊല്ലത്തെ ഏറ്റവും ബെസ്റ്റ് പ്രൊജക്റ്റ് ആണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും അത് കാണാൻ കിട്ടുന്നത്. ശരി സാർ, താങ്ക് യു വെരി മച്ച്. സോ ഈ ഒരു എപ്പിസോഡും ഇവിടെ തീരാൻ പോകുന്നു. ഈ എപ്പിസോഡിൽ നിന്ന് എന്തെങ്കിലും ഒരു പുതിയ അറിവ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുന്ന 100% ഉറപ്പാണ്. ഗ്രൗട്ടിംഗ് നമ്മൾ ഇവിടെ വിടുന്നില്ല. ഇന്ന് നമ്മൾ സംസാരിച്ചത് ഗ്രൗട്ടിങ്ങിന്റെ ടെക്നിക്കൽ സൈഡാണ്. ഗ്രൗട്ടിങ്ങിന്റെ എസ്തെറ്റിക് സൈഡ് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യും. കീപ് പോസ്റ്റഡ്. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. മാക്സിമം ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യണം. ലൈക്സും കമൻസും ഇടാൻ മറക്കരുത്. AV കൊല്ലം, അമിത് ജോർജ്.